ഹായ് ഫ്രണ്ട്സ്, വിവിധ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അത് നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നാണ്. ഇത് LDC 2014 വയനാട് ജില്ലയിൽ ചോദിച്ച മലയാളത്തിലെ ചോദ്യോത്തരങ്ങളാണ്. LDC 2014 വയനാട് ജില്ല മലയാളത്തിലെ ചോദ്യോത്തരങ്ങൾ. ഇതിലെ ആദ്യ ക്വസ്റ്റ്യൻ, വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള വാക്യം ഏത്? എന്തൊരു വൃത്തികെട്ട നഗരം. എന്തൊരു വൃത്തികെട്ട നഗരം എന്നതാണ് വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള വാക്യം. എന്തൊരു വൃത്തികെട്ട നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, കോവിലൻ ആരുടെ തൂലിക നാമമാണ്? VV അയ്യപ്പൻ. VV അയ്യപ്പൻ്റെ തൂലിക നാമമാണ് കോവിലൻ. പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു. P. കേശവദേവൻ്റെ കൃതിയാണ് ഓടയിൽ നിന്ന്. P. കേശവദേവൻ്റെ കൃതിയാണ് ഓടയിൽ നിന്ന്. P. കേശവപിള്ള എന്നാണ് P. കേശവദേവൻ്റെ യഥാർത്ഥ നാമം. P. കേശവപിള്ള എന്നാണ് P. കേശവദേവൻ്റെ യഥാർത്ഥ നാമം. ഭ്രാന്താലയം, നദി, അയൽക്കാർ, ഉലയ്ക്ക, ഒരു സുന്ദരിയുടെ ആത്മകഥ എന്നിവ P. കേശവദേവൻ്റെ പ്രധാന കൃതികളാണ്. ഭ്രാന്താലയം, നദി, അയൽക്കാർ, ഉലയ്ക്ക, ഒരു സുന്ദരിയുടെ ആത്മകഥ ഇതെല്ലാം P. കേശവദേവൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എതിർപ്പാണ്. എതിർപ്പ് എന്നത് P. കേശവദേവൻ്റെ ആത്മകഥയാണ്. ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥയും ഒരു ദേശത്തിൻ്റെ കഥയും. ഒരു തെരുവിൻ്റെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കൃഷ്ണക്കുറുപ്പാണ്. കൃഷ്ണക്കുറുപ്പാണ് ഒരു തെരുവിൻ്റെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. എൻ്റെ വഴിയമ്പലങ്ങൾ, സംസാരിയുടെ ഗീതങ്ങൾ, നാടൻ പ്രേമം, മൂടുപടം, കുരുമുളക് ഇതെല്ലാം SK പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, എൻ്റെ വഴിയമ്പലങ്ങൾ, സംസാരിയുടെ ഗീതങ്ങൾ, നാടൻ പ്രേമം, മൂടുപടം, കുരുമുളക്. ഏണിപ്പടികൾ എന്ന കൃതി തകഴി ശിവശങ്കരപിള്ളയുടേതാണ്. തകഴി ശിവശങ്കരപിള്ളയുടേതാണ് ഏണിപ്പടികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. ജ്ഞാനപീഠമാണ് ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠത്തിൻ്റെ സമാന തുക. 11 ലക്ഷം രൂപ. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് G. ശങ്കരക്കുറുപ്പിനാണ്. വള്ളത്തോൾ അവാർഡ് തുക 1,11,111 രൂപയാണ്. 1,11,111 രൂപയാണ് വള്ളത്തോൾ അവാർഡ് തുക. എഴുത്തച്ഛൻ പുരസ്കാര തുക 1,50,000 രൂപയാണ്. 1,50,000 രൂപ. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിൽ പ്ലസ് എ. രാവിലെ എന്ന പദം പിരിച്ചെഴുതിയാൽ രാവിൽ പ്ലസ് എ എന്ന വാക്കാണ് നമുക്ക് കിട്ടുക. രാവിൽ എന്ന് വരും. രാവ്, രാവ് എന്ന് വരില്ല, രാവിൽ. പിന്നെ വരുന്നത് എ ആണ്. ലെ എന്ന് വരില്ല, എ. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? പുനർചിന്ത. പുനർചിന്ത ഇതാണ് ശരിയായിട്ടുള്ള രൂപം, പുനർചിന്ത. ഇങ്ങനെ ചില തെറ്റായ രൂപങ്ങളും ശരിയായിട്ടുള്ള രൂപങ്ങളും പഠിക്കേണ്ടത്. അതിഥി എന്ന വാക്ക് എഴുതുന്നത് അ തി ദി. ഇങ്ങനെയാണ് അതിഥി എന്ന വാക്ക് ശരിയായിട്ട് രൂപത്തിൽ എഴുതുന്നത്. പിന്നെ അഥവാ, അഥവാ. അനന്തരവൻ, അനന്തരവൻ. യാദൃശ്ചിയ, യാദൃശ്ചിയ എന്ന് പറയില്ല, യദൃശ്ചിയ, യദൃശ്ചിയ ഇങ്ങനെയാണ് എഴുതുക. അളവ് എന്നർത്ഥം വരുന്ന പദം ഏത്? പരിമാണം. പരിമാണമാണ് അളവ് എന്നർത്ഥം വരുന്ന പദം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ വാക്യപ്രയോഗം ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയതാണ്. ഇതിൽ ചോദിച്ചത് തെറ്റായ വാക്യപ്രയോഗമാണ്. തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി.
തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി എന്നാണ് തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗമേത്? ഇതിനും ശരിയായിട്ടുള്ള ഉത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇതാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന പേപ്പർ LDC 2014 എറണാകുളം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിണം എന്നർത്ഥം വരുന്ന പദം. രുതിരം. രുതിരമാണ് നിണം എന്നർത്ഥം വരുന്ന പദം. ചോരയുടെ 2 വാക്കുകളാണ് രുതിരവും നിണവും. രുതിരം, രക്തം, നിണം ഇതെല്ലാം ചോരയുടെ വിപരീത പദങ്ങളാണ്. ചോരയുടെ വിപരീത പദങ്ങളാണ് രുതിരം, രക്തം, നിണം. ധര എന്നത് ഭൂമിയുടെ മറ്റൊരു വാക്കാണ്. ഭൂമിയുടെ മറ്റൊരു വാക്കാണ്. ഭൂമിയുടെ മറ്റൊരു വാക്കാണ് ധര. ധര എന്നാൽ ഭൂമിയാണ്. ശരിയായ പദം എഴുതുക. പാദസരം. അതാണ് വാക്യം. അതെങ്ങനെയാണ് ശരിയായിട്ടുള്ള രൂപം? ഓപ്ഷൻ എ ആണ് പാദസരം. എങ്ങനെയാണ് പാദസരം എന്ന വാക്ക് എഴുതുക? പാദസരം. പാദസരം. ഒരു 4 ശരിയായിട്ടുള്ള വാക്യങ്ങൾ പഠിക്കാം. പശ്ചാത്താപം. പശ്ചാത്താപം എങ്ങനെ എഴുതാൻ നോക്കാം. ഇതാണ് പശ്ചാത്താപം. ഐച്ഛികം. ഐച്ഛികം. എങ്ങനെയാണ് ഐച്ഛികം എന്ന വാക്ക് എഴുതുക? കൃത്യനിഷ്ഠ. എങ്ങനെയാണ് കൃത്യനിഷ്ഠ എന്ന് എഴുതാൻ നോക്കാം. ഇതാണ് കൃത്യനിഷ്ഠ. അന്തഛിദ്രം. അന്തഛിദ്രം എങ്ങനെ എഴുതാൻ നോക്കാം. ഇങ്ങനെയാണ് അന്തഛിദ്രം എന്ന് എഴുതുക. അന്തഛിദ്രം. I didn't see my reason to disbelieve his statement. ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജമ ഏത്? അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. I didn't see any reason to disbelieve his statement. ഇതാണ് ശരിയായുള്ള തർജ്ജമ. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലൈമബിൾ. നമ്മൾ പെട്രോളിയം വണ്ടീൻ്റെ ബേക്കിലൊക്കെ എഴുതി കാണുന്നുണ്ട്. പെട്രോളിയം ഈസ് ഹൈലി ഇൻഫ്ലൈമബിൾ. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏത്? ആധാരിക. അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിലെ വിഭക്തി ആധാരികയാണ്. പദങ്ങളോടുള്ള ബന്ധം കാണിക്കുവാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വിഭക്തി. പദങ്ങളോടുള്ള ബന്ധം കാണിക്കുവാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദങ്ങളാണ് വിഭക്തി. ആധാരികയിൽ ഇൽ, കൽ എന്ന വാക്കുകൾ വന്നാൽ അത് ആധാരികയാണ്. ആധാരികയിൽ ഇൽ, കൽ എന്ന വാക്യം വരും. ഇവിടെ കട്ടിലിൽ ഇൽ എന്ന വാക്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടിത് ആധാരികയാണ്. പ്രയോജികയിൽ വരുന്നത് ആൽ എന്ന വാക്കാണ്. ആൽ, അമ്മയാൽ അങ്ങനത്തെ ആൽ വരുന്ന വാക്കുകളാണ് പ്രയോജിക. സംയോജികയിൽ വരുന്നത് ഓട് എന്ന പ്രത്യയമാണ്. ഓട്, അമ്മയോട്, അച്ഛനോട്, അങ്ങനെയെല്ലാം ഓട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സംയോജികയാണ്. പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹികയിൽ വരുന്നത് എ എന്ന പ്രത്യയമാണ്. അമ്മയെ, അച്ഛനെ എ എന്ന പ്രത്യയം വന്നാൽ അത് പ്രതിഗ്രാഹികയാണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്. നിപ്രസം ഉപ്രസം ആ. നിപ്രസം ഉപ്രസം ആ. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധികാരിക. എ ഓട്, കിന് ആൽ ഉടയിൽ. അതും നിപ്രസം ഉപ്രസം ആയും ഒരുമിച്ച് പഠിച്ചിരുന്നാൽ ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. നമുക്കൊന്ന് എഴുതി വെക്കാം. നിപ്രസം ഉപ്രസം ആ. നിപ്രസം ഉപ്രസം ആ. നിർദ്ദേശിക്ക് ഫസ്റ്റത്തെ നീ എന്ന് പറയുന്നത് നിർദ്ദേശികയാണ്. അതിന് പ്രത്യേകമൊന്നുമില്ല. ഒരു പ്രത്യയവും ഇല്ലെങ്കിൽ അതിനെ നിർദ്ദേശിക എന്ന് പറയുന്നു. ഇപ്പോൾ അമ്മയാണെങ്കിൽ അമ്മ, അച്ഛൻ അച്ഛൻ. അച്ഛനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യയം വന്നു. അച്ഛൻ എന്ന് മാത്രമാണ് നിർദ്ദേശിക. ആ പ്രത്യയം ഒന്നുമില്ലാതാണ് നിർദ്ദേശിക. പിന്നെ നിപ്രസം അതിൽ പ്രതിഗ്രാഹിക.
അതിൻ്റെ പ്രത്യയം എ ആണ്. പ്രതിഗ്രാഹിക എ ആണ്. പിന്നെ സംയോജിക അതിൻ്റെ ഓട് എന്ന പ്രത്യയമാണ്, അമ്മയോട്. പിന്നെ വരുന്നത് ഉദ്ദേശിക, ഉദ്ദേശിക ന് അമ്മയ്ക്ക്, അച്ഛന്, ഇതെല്ലാം ഉദ്ദേശികയാണ്. അടുത്ത് വരുന്നത് പ്രയോജിക ആൽ, പ്രയോജിക ആൽ എന്ന പ്രത്യയമാണ് ചേർക്കുന്നത്, അമ്മയാൽ, അച്ഛനാൽ, പ്രയോജിക. അടുത്ത് വരുന്നത് സംബന്ധിക, ൻ്റെ ഉടേ, ൻ്റെ ഉടയൊക്കെ അമ്മയുടെ, അമ്മേൻ്റെ, സംബന്ധികയാണ് അത്. പിന്നെ വരുന്നത് ആധികാരിക, കൽ അമ്മയിൽ, അച്ഛനിൽ, അതെല്ലാം വരുന്നതാണ്, അതെല്ലാം ആധികാരികമാണ്. ഈ ഫസ്റ്റത്തെ ഇതിങ്ങനെ പഠിച്ചിരിക്കുക. നിപ്രസം ഉപ്രസം പിന്നെ നീക്ക് പ്രത്യേകമൊന്നുമില്ല. പിന്നെ എ ഓട് കിന് ആൽ ൻ്റെ ഉടെ എ ഓടുക്കിന് ആൽ ൻ്റെ ഉടെ കൽ. ഇതൊരു കോഡ് രൂപത്തിൽ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനാകും. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധികാരിക. ദീപാവലി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ദൂർത്ത് കാണിക്കുക. ദീപാവലി കുളിക്കുക എന്നാൽ ദൂർത്ത് കാണിക്കുക. കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ആഗമസന്ധി. ആഗമസന്ധിക്ക് ഉദാഹരണമാണ് കണ്ടുവെങ്കിൽ. കണ്ടുവെങ്കിൽ കണ്ടു പ്ലസ് എങ്കിൽ, കണ്ടു പ്ലസ് എങ്കിലാണ് കണ്ടുവെങ്കിൽ. ഇവിടെ പുതുതായിട്ട് എന്ന പ്രത്യയം ആഗമിച്ചു, അതുകൊണ്ട് ഇത് ആഗമസന്ധിയാണ്. പുതുതായിട്ട് ആഗമിക്കുന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുക. ഇവിടെ പുതുതായിട്ട് വന്നു ചേർന്നു. കണ്ടുവെങ്കിൽ, കണ്ടു പ്ലസ് എങ്കിൽ, അതിലെവിടെയും ഇല്ല, പുതുതായിട്ട് വന്നു ചേരുകയാണ് ഇത്. അപ്പോൾ ആഗമിച്ചു, ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതായി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. പ്രധാനമായിട്ടും എന്നീ വർണ്ണങ്ങളായിരിക്കും ആഗമിക്കുക. യായും വായുമായിരിക്കും പ്രധാനമായിട്ടും ആഗമിക്കുക. വാഴയില, കുഴിയാന, തിരുവോണം ഇതെല്ലാം ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ആഗമസന്ധി. ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. ധർമ്മരാജയിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ. CV രാമൻപിള്ളയുടെ കൃതിയാണ് ധർമ്മരാജ. ചന്ദ്രക്കാരൻ, ഉഗ്രഹരി പഞ്ചാനൻ, ശാന്തഹരി പഞ്ചാനൻ ഇതെല്ലാം ധർമ്മരാജയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ചന്ദ്രക്കാരൻ, ഉഗ്രഹരി പഞ്ചനാനൻ, ശാന്തഹരി പഞ്ചനാനൻ ഇതെല്ലാം ധർമ്മരാജയിലെ കഥാപാത്രങ്ങളാണ്. ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സൂര്യ നമ്പൂതിരിപ്പാടും മാധവനും പഞ്ചുമേനോനുമാണ്. പഞ്ചുമേനോൻ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ചന്തുമേനോനാണ് ഇന്ദുലേഖ രചിച്ചത്. ചന്തുമേനോൻ. പങ്കിപ്പണിക്കർ. പങ്കിപ്പണിക്കർ രാമരാജ ബഹദൂറിലെ കഥാപാത്രമാണ്. പങ്കിപ്പണിക്കർ രാമരാജ ബഹദൂറിലെ കഥാപാത്രമാണ്. CV രാമൻപിള്ളയാണ് രാമരാജ ബഹദൂർ എഴുതിയത്. വൈത്തിപ്പട്ടർ. വൈത്തിപ്പട്ടർ ശാരദയിലെ കഥാപാത്രമാണ്. ചന്തുമേനോൻ എഴുതിയ ശാരദയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അന്ധകാരനഴി. അന്ധകാരനഴിയാണ് 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അന്ധകാരനഴി. സന്തോഷ് കുമാറാണ് അന്ധകാരനഴി എന്ന കൃതിയുടെ കർത്താവ്. സന്തോഷ് കുമാർ. ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. അത് 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതയാണ്. S. ജോസഫ് എഴുതിയ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. കേരള പാണിനി ആരുടെ തൂലികാ നാമമാണ്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയുടെ തൂലികാ നാമമാണ് കേരള പാണിനി. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹം അറിയപ്പെടുന്നത് കേരള വ്യാസൻ എന്നാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള വ്യാസൻ.